ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ എണീറ്റപ്പോൾ കുറച്ച് താമസിച്ചു. എണീറ്റപ്പോഴല്ല, കിച്ചണിലേക്ക് വന്നപ്പോൾ ഇന്ന് കുറച്ച് താമസിച്ചു. എന്നേനും വന്നുടനെ ഇന്നിപ്പം മക്കൾക്ക് ചോറ് വയ്ക്കാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് അപ്പം കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം ചുടാനുള്ള ഒരുക്കത്തിലാണ് ഫസ്റ്റ്. അപ്പം ഫ്രിഡ്ജിൽ ഇന്നലെ ആട്ടിയതിൽ കുറച്ച് മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലിരുന്ന മാവ് കുറച്ച് ചേർത്ത മാവിരുന്നതും കൂടെ ചേർത്ത് മാവിനകത്ത് മിക്സ് ചെയ്ത് അപ്പത്തിനായിട്ട് എടുത്ത് വെച്ചേക്കുന്നു. അപ്പം മാവ് തണുത്ത മാവും കൂടെ ചേർത്തത് കൊണ്ട് തണുപ്പുള്ളത് കുറച്ച് വെള്ളം കെറ്റിലിൽ ചൂടാക്കി വെള്ളത്തിനകത്ത് ഇറക്കി വെച്ച് മാവിൻ്റെ തണുപ്പ് മാറ്റി സോഡാപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് അത് മിക്സ് ചെയ്ത് വെച്ച്. പിന്നെ അതിനിടയ്ക്ക് ചായ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇക്ക പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വന്ന സമയമാണ്. അപ്പം ചായ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. പിന്നെ കുപ്പികളിൽ പാല് മാറ്റി വെച്ചിട്ട് കുപ്പി കഴുകി വെച്ചിട്ട് കുപ്പി മക്കളെടുത്ത് പറഞ്ഞ് കുപ്പി കൊണ്ട് കയറ്റിയിടാൻ പറഞ്ഞ് പാൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് പകരം കുപ്പി കൊണ്ട് വെക്കണം. അങ്ങനെ അതിനായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തേങ്ങ വെട്ടുകാരൻ വരുമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസമായി ഒരു തേങ്ങ വെട്ടുകാരനെ വിളിക്കുന്നു. അപ്പോൾ ഇന്നൊരു തേങ്ങ വെട്ടുകാരൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാപ്പി ഉണ്ടാക്കിയിട്ട് രാവിലെ അതിന് പോവുകയും വേണം. ഇക്ക രാവിലെ ചായയും കുടിച്ചിട്ട്, അപ്പോൾ ഇക്കാക്കുള്ള ചായ ഞാൻ വീട്ടുന്നുണ്ട്. ഇക്ക ചായ കുടിച്ചിട്ട് ഇക്ക ഒരിടത്തിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് മക്കളെ വിട്ടതിന് ശേഷം എനിക്കും പോകണം. അതിനിടയ്ക്ക് ഒന്ന് മക്കൾ രാവിലെ ഒരു ജ്യൂസാണ് കുടിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ജ്യൂസ് ഇവിടെ റെഡിയായിരിക്കുന്നുണ്ട്. അവരത് കുടിച്ച് അപ്പോഴത്തേക്കും നേരം നല്ലോണം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം വെളുത്തിട്ടുണ്ട് നേരം. കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ചുടാനായിട്ട് ഒരുങ്ങി. അപ്പം ചുടക്കം നടക്കുന്നതിനിടയിൽ തന്നെ കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ചുടക്കം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. മക്കൾക്ക് കൊണ്ടുപോകാനും അപ്പം വേണം, പിന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാനും അപ്പം വേണം. അപ്പം അതിനിടയ്ക്ക് തന്നെ ഞാൻ വിചാരിച്ച് കറി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സവാള അരിഞ്ഞിട്ട് കുക്കറിനകത്തോട്ടാക്കി വയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ കറി ആയി കിട്ടുമല്ലോ. കാരണം എനിക്ക് ഒരിടത്തിലൂടെ പോകാനുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കറിയും കാപ്പിയും ആക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. കാക്ക വന്നിട്ട് വേണം കടയിൽ പോകാനുള്ളത്. അതുകൊണ്ട് കുക്കറിലൂടെ തന്നെ ഉള്ളിക്കറിക്കുള്ള സെറ്റപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മക്കൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. മൂത്ത മോനും ഇളയ മോനും പള്ളിയിൽ പോകുന്നുണ്ട് രാവിലെ. അപ്പോൾ അവർ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിൽ മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വയ്ക്കും. പിന്നെ അതിനകത്ത് ഒരു 2-3 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് കറി റെഡിയാവും. അതിനിടയ്ക്ക് അപ്പം ചുട്ട് കഴിഞ്ഞ് പിന്നെ ബാലൻസ് ഇടുന്ന പാത്രങ്ങളും കൂടി കഴുകി വെച്ച് അപ്പോഴത്തേക്കും നമ്മൾ ഈ എടുക്കുന്ന പാത്രങ്ങൾ അപ്പോഴപ്പോഴും കഴുകി വയ്ക്കുമ്പോഴത്തേക്ക് വലിയ മെസ്സിയായിട്ട് കിടക്കത്തില്ല കിച്ചൺ. എനിക്ക് അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. ഞാനൊരു സ്പൂൺ എടുത്താൽ ഞാൻ അപ്പോഴേ കഴുകി വയ്ക്കും. അപ്പോൾ ഇന്ന് പിന്നെ ഇങ്ങനെ പോകാനുള്ളതോടെ കൊണ്ട് എനിക്ക് കൂട്ടിയിട്ട് കഴുകാനുള്ള ടൈമും ഇല്ല. അത് കഴിഞ്ഞ് അതിനിടയ്ക്കൂടെ കിച്ചണും ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം.